ഒരു മഹാമാരിയുടെ വ്യാപനം മൂലം നശിച്ച ലോകം. അവിടെ ശേഷിക്കുന്ന ഇഷർവുഡ് പ്രതീക്ഷകൾ കൈവിടാതെ ലക്കി എന്ന നായയുമൊത്ത് ജീവിതം കഴിച്ചുകൂട്ടി മാസങ്ങൾ കഴിയുമ്പോൾ കാണുകയാണ് വിദൂരത്തിൽ ചിമ്മിനി പുകയുന്ന ഒരു വീട്. ജീവന്റെ ശേഷിപ്പ് കണ്ട് ഇഷ് ലക്കിയുമൊത്ത് കാറിൽ അവിടേക്ക് എത്തി നോക്കുന്നതും കാണുന്നത് അവിടെ വീടിന് മുകളിൽ പേടിച്ചു വിരണ്ടു നിൽക്കുന്ന ഒരു സ്ത്രീയെ. ഉയരുന്ന പുക കണ്ട് ആരെങ്കിലും മുണ്ടോ നോക്കിയെത്തിയതാണെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രം അവിടേക്ക് ചേക്കേറി അവരുമായി പതിയെ അടുക്കുന്നു. കുടുംബത്തെക്കുറിച്ചും ജീവിച്ചു പോകുന്ന നിമിഷങ്ങളെക്കുറിച്ചും പങ്കുവെച്ചുകൊണ്ട് ആ രാത്രി ഇരുവരും അവിടെ തങ്ങി ഇഷ് തൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുന്നു. എമ്മ, അതാണ് അവരുടെ പേര്. ഒറ്റയ്ക്ക് മരിക്കാമെന്ന് ഉറപ്പിച്ചിരുന്ന എമ്മ ഒടുവിൽ ഇഷിനൊപ്പം കൂടുകയാണ്. മങ്ങിയ ജീവിതത്തിലേക്ക് ഒരാളെത്തിയ സന്തോഷത്തിൽ ഇഷർവുഡും. വീട്ടിലേക്കെത്തി എമ്മ ചുറ്റിക്കറങ്ങി കാണുമ്പോൾ പെട്ടെന്ന് ഇഷിനൊരു കാര്യം ഓർമ്മ വന്ന് നേരെ അകത്തേക്ക് വരുന്നു. അയാൾ തൂക്കുകയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഏത് നിമിഷവും. അത്രയ്ക്കും തളർന്നുപോയ തൻ്റെ മനസ്സ് ഇപ്പോൾ ബലപ്പെട്ടതുകൊണ്ടും ആ തളർച്ച എമ്മ അറിയേണ്ടെന്നും കരുതി ആ കയറഴിച്ച് മാറ്റുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തലവേദനയില്ലാത്ത ജീവിതം. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ഇറങ്ങി വേണ്ട സാധനങ്ങൾ തോന്നുന്ന പോലെ എടുക്കാം. ആരും നോക്കാനോ പറയാനോ ഒന്നുമില്ല. അന്ന് കാടതിക്രമിച്ച് വെട്ടി നിർത്തിയപ്പോൾ ഉപേക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെയും മൃഗങ്ങൾ തിരികെ എത്തുന്ന കാഴ്ചകൾ. എമ്മയും ഇഷും പെട്ടെന്ന് തന്നെ എടുത്തിരുവരിലും പ്രണയത്തിൻ്റെ വിത്ത് മുളച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെയായി ജീവിതത്തിൽ മടുപ്പുളവാക്കാതിരിക്കാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെയൊക്കെയായാലും സ്വന്തം കുടുംബത്തെ മറക്കാൻ കഴിയില്ലല്ലോ. എമ്മയ്ക്ക് ആ മഹാമാരിയാൽ നഷ്ടപ്പെട്ടത് തൻ്റെ ഭർത്താവിനെയും 2 പെൺമക്കളെയുമായിരുന്നു. 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇഷ് ബുക്കുകളുടെ പിൻബലത്തിൽ സോളാർ വൈദ്യുതി വീട്ടിൽ ഘടിപ്പിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയിരിക്കെ എമ്മ പ്രഗ്നൻ്റ് ആവുന്നു. എന്നാൽ ഡോക്ടറോ ആശുപത്രിയോ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ കുട്ടിയെ ജനിപ്പിക്കുന്നുള്ള ടെൻഷൻ ഇഷിന്. ലൈബ്രറിയിലെത്തി അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ മരിച്ചു പെറുക്കി വായിച്ച് തയ്യാറായി ഗർഭകാലത്ത് വേണ്ടതും വരുന്നതുമായ ആസക്തിയെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും മനസ്സിലാക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ടാസ്ക്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എമ്മയ്ക്ക് ഇറച്ചി കഴിക്കാൻ അതിയായ ആഗ്രഹം. ഇഷൊടുവിൽ മനസ്സിലോടെ ഒരു പശുവിനെയും കൊന്നതിനെ വെട്ടി കഷണങ്ങളാക്കുന്നു, എല്ലാം പുസ്തകങ്ങളുടെ സഹായത്താൽ. എന്നാൽ ഇതുമൂലം പുതിയൊരു പ്രശ്നം ഉടലെടുക്കുന്നു. ആ മാംസത്തിൻ്റെ ഗന്ധം മൂലം പെറ്റുപെരുകുന്ന എലികൾ കൂട്ടത്തോടെ അവിടേക്ക് എത്തുകയാണ്. ആ ഭീകരാന്തരീക്ഷത്തിൽ ശേഷിക്കുന്ന മാംസം തീയിൽ ചുട്ട ശേഷം തോക്കുകൊണ്ടും വടികൊണ്ടുമൊക്കെ അതിനെ ഓടിക്കാൻ ശ്രമിച്ചൊരു വിധത്തിൽ തുരത്തുന്നു. എലിയുടെ ഇടയിൽ പെട്ടുപോയ ലക്കിക്കും കടിയേൽക്കുന്നതിനെ തുടർന്ന് തയ്യൽ വെച്ച് കെട്ടി അങ്ങനെ ശാന്തമായി കിടക്കുമ്പോൾ എമ്മ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇഷിനോട് പങ്കുവയ്ക്കുന്നു. അവരില്ലാത്ത ഈ ലോകത്ത് മരിക്കാൻ വരെ പോയ അവസ്ഥയെക്കുറിച്ച്. അടുത്ത ദിവസം നോക്കുമ്പോഴാകട്ടെ എലികളെല്ലാം അപ്രത്യക്ഷം. അതിന് കാരണം മറ്റൊന്നുമല്ല, മാർജാരന്മാരാണ്. എലികളെ കൂട്ടത്തോടെ കണ്ടപ്പോൾ കോളടിച്ച് പൂച്ചകളൊക്കെയും കൂടി സകലതിനെയും തപ്പി കാലിയാക്കി. ഇഷു വന്ന് ചുറ്റും നോക്കുന്ന സമയത്താണ് എമ്മയ്ക്ക് വേദന തുടങ്ങുന്നത്. ആ ലോകത്തേക്ക് അങ്ങനെ ഒരു പുതിയ അതിഥി കൂടി വരികയായി. എമ്മയ്ക്ക് ഒന്ന് പ്രിപ്പയർഡാക്കാൻ സമയം നൽകി അടുത്ത് തന്നെ ഇഷ് എന്തിനും തയ്യാറായി നിൽക്കുന്നു. എന്നാൽ പുഷ് ചെയ്യുമ്പോഴാകട്ടെ കുട്ടിയുടെ തലമാറി തോൾവശം പുറത്തു വരാൻ പോകുന്ന രീതി വരുമ്പോഴേക്കും ഇഷ് ആകെ ടെൻഷൻ അടിച്ച് തൻ്റെ മാതാപിതാക്കളെ കുഴികുത്തിയ ചിന്തകളൊക്കെ തലയിൽ ഓടി അങ്ങനെ നിൽക്കുമ്പോൾ എമ്മ തിരികെ കൊണ്ടുവന്ന് ധൈര്യവാനാക്കി കുട്ടിയുടെ പൊസിഷൻ മാറ്റി ഒടുവിൽ പ്രസവിക്കുന്നു. ഒരു പെൺകുട്ടി. ജീവിക്കാൻ ഒരു പ്രചോദനം കൂടി. അങ്ങനെ മങ്ങാത്ത പ്രതീക്ഷയിൽ സിറ്റിയിലെ ചുമരിൽ എമ്മ സ്പ്രേ പെയിന്റിൽ എഴുതി വെച്ചിട്ടുള്ള വാചകമായ അതിജീവിച്ചവർ ഇവിടെയുണ്ട്, ഇവിടെ അടുത്ത് ശേഷിക്കുന്നുണ്ടെന്ന് കണ്ട് അവിടേക്ക് പുതുജീവനുകൾ എത്തുന്നു. 6 വർഷം കഴിഞ്ഞ ഒരു സമയത്തേക്ക് നമ്മൾ ചാടുകയാണ്. കാട്ടിലൂടെ ട്രക്കിൽ യാത്ര ചെയ്യുന്ന ഇഷ് അപ്രതീക്ഷിതമായി ഒരു സിംഹത്തെ ഇടിക്കാനിടയാവുന്നു. വീണുകിടക്കുന്ന സിംഹത്തെ കണ്ട് ദയാവധം ചെയ്യാനായി തോക്കെടുക്കുമ്പോൾ ദൂരെ നിന്നൊരു പെൺകുട്ടി തോളത്ത് ബാഗുമിട്ട് നോക്കുന്നതുകൊണ്ട് വിളിക്കുമ്പോൾ അവളാകട്ടെ വിരണ്ടോടുന്നു. ഇഷ് പിറകെ വെച്ച് പിടിക്കുന്നു. ഒരു തരത്തിൽ പിടിച്ചു നിർത്തുമെങ്കിലും പേടിയാൽ അലറുന്നത് കണ്ട് ശാന്തയാക്കാൻ താൻ ദയാവധത്തിന് വേണ്ടിയാണ് സിംഹത്തെ കൊല്ലാൻ തോക്കെടുത്തതെന്നും പേടിക്കണ്ട, ഒരച്ഛനാണ്, മകനും മകളുമുണ്ട്, കൂടെ മറ്റൊരു കപ്പിൾസുമായാണ് ജീവിക്കുന്നതെന്നും ഒറ്റയ്ക്കൂടെ പെട്ടുപോകാതെ കൂടെ വരാൻ പറയുന്നെങ്കിലും കൂട്ടാക്കാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ വണ്ടിയിൽ പോയി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടവൾ നടന്നകലുന്നു. ഇഷും തിരികെ നടക്കുന്നെങ്കിലും അവളെ ഒറ്റയ്ക്കാക്കാൻ മനസ്സ് വരുന്നില്ല. എന്തെങ്കിലും ആകട്ടെ തിരികെ ട്രക്കിനടുത്ത് എത്തുമ്പോഴോ അവിടെ ആ സിംഹത്തിനെ കാണാനില്ല. അങ്ങനെ വണ്ടിയിൽ കയറുമ്പോൾ അവൾ പിറകെ വരികയാണ്. ഒരാപ്പിൾ കൊടുത്ത് അത് കഴിച്ചുകൊണ്ട് ട്രക്കിൻ്റെ പിറകിൽ കയറുന്ന സന്തോഷത്തിൽ ഇഷ് അവളുമായി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. 6 വർഷം കൊണ്ട് 2 മക്കളായതും മറ്റൊരു കുടുംബത്തെ കൂടി കൂട്ടിന് കിട്ടിയതും ഒരു നല്ല കാര്യമാണ്. അലക്സും ഹെദറും എമ്മയുടെയും ഇഷിൻ്റെയും പൊന്നോമന മക്കൾ. കൂടാതെ മറ്റൊരു കാര്യം, എമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആണ്. അവശതയിൽ മയങ്ങിപ്പോയ പെൺകുട്ടി ഇവരുടെ മുന്നിൽ എഴുന്നേൽക്കുന്നെങ്കിലും പേരും നാളുമൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് കണ്ട് ട്രോമയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നമാകാമെന്ന നിഗമനത്തിലെത്തുകയാണ് ഇഷും പുതിയ അന്തേവാസിയായ ജോർജിയും. അവളെ കിട്ടിയ സ്ഥലത്തേക്ക് പോയി മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് തിരയണമെന്ന് എമ്മ ആലോചിക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ ജോർജിയുടെ പങ്കാളിയായ മൊറീൻ ട്രക്കിൽ തന്നെ കിടക്കുന്ന ആ കുട്ടിക്ക് കഴിക്കാൻ ആഹാരമായി കൊണ്ടുചെന്ന് വിളിക്കുന്നെങ്കിലും വെപ്രാളത്തിൽ അത് എഴുന്നേറ്റ് കൈ പിടിച്ചമർത്തുന്നു. പതിയെ നിന്നെപ്പോലെ തന്നെ എനിക്കും ശരീരത്തിലാകെ ജന്മന പാടുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇണക്കി കുളിപ്പിക്കാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തുടക്കത്തിൽ താനും ഇങ്ങനെയായിരുന്നുവെന്നും ഒടുവിൽ സിറ്റിയിലെ സ്പ്രേ പെയിന്റ് കണ്ട് അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് ഉറപ്പിച്ച് ഇവിടെ എത്തിയതാണെന്നും മൊറീൻ പറഞ്ഞു പോകുമ്പോൾ ആ കുട്ടി അത്യാവശ്യം ശാന്തിയായിരിക്കുന്നു.
ഇന്നേരം ഈഷ് ജോർജിയുമൊത്ത് അവളെ കണ്ട സ്ഥലത്ത് പോയി തിരയുമ്പോൾ കാടിനുള്ളിലായ ഒരു ക്യാബിനും അവിടെ കുറേ സിഗരറ്റ് കുറ്റികളുമൊക്കെയായി സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷം കണ്ട് തിരിക്കുമ്പോൾ മൊറീൻ ആ കുട്ടിയുടെ ബാഗ് ചെക്ക് ചെയ്യുന്നത് വഴി അതിൽ കുറേ നീരസം വരുന്ന ഡ്രോയിങ്സും കണ്ടെത്തുന്നു. ആ ചിത്രങ്ങളിലൂടെ അവൾ ജീവിതത്തിൽ കൈപ്പേറിയ കുറേ അനുഭവങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഒപ്പം അതിൽ നിന്ന് അവളുടെ അമ്മ എഴുതിയൊരു കത്ത് കിട്ടുന്നത് വഴി ഈവി എന്നാണ് അവളുടെ പേരെന്നറിയുന്നു. അവൾ അച്ഛൻ്റെ ക്രൂര പീഡനങ്ങൾക്കിരയായവളാണ്. അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവളെ കാണാനിടയായാൽ ഒരിക്കലും ഉപേക്ഷിക്കരുതേ എന്ന കത്ത് കണ്ട് അവർ ഈവിയെ നിർത്താൻ തീരുമാനമെടുക്കുമ്പോൾ ആ രാത്രി ജോർജി മൊറീനോട് ചോദിക്കുകയാണ്, ഈവിയുടെ വരവോടെ ഇനി നിനക്ക് സന്തോഷം വരുമോ എന്ന്. മൊറീനുള്ളിലും വലിയൊരു വേദന ആളുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് ജോർജി ചോദിക്കുന്നുണ്ടെങ്കിലും പറയാൻ തയ്യാറല്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ പുതിയൊരു അതിഥി കൂടി എത്തുന്നു. എമ്മയുടെ അടുത്ത പ്രസവം, ജോയ്. അങ്ങനെ പതിയെ വീണ്ടും മരിച്ച ജീവന്റെ തുടിപ്പുകൾ കൂടി വന്നൊരു വർഷം കടന്നുപോയ ശേഷമുള്ള ദിവസം. അവർ താമസിക്കുന്നതിന് ചുറ്റുമായി നീളത്തിൽ കയർ കെട്ടി മണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആരെയും അല്ലെങ്കിൽ എന്തേലും ആ ചുറ്റുവട്ടത്തേക്ക് കടന്നാൽ ഉടനെ തന്നെ ആ കയറിൽ തട്ടുന്ന വഴി മണിയുടെ ശബ്ദം കേൾക്കാം. അങ്ങനെ ശബ്ദം കേട്ടപാടെ കുട്ടികളെയൊക്കെ അകത്തേക്ക് കയറ്റി കാട്ടിലൂടെ തോക്കും കത്തിയുമായി ഈവിയെ കൊണ്ടുപോകാൻ വന്നായിരിക്കുമെന്ന ധാരണയിൽ ശ്രദ്ധയോടെ നോക്കുമ്പോൾ മറ്റൊരു സ്ത്രീ ഉടൻ തോക്കും ചൂണ്ടി വരുന്നു. അവർ 3 വലിയവരും ഒരു കുട്ടിയും അടങ്ങുന്ന സംഘമാണ്. ഈവിക്ക് വേണ്ടിയും അപകടപ്പെടുത്താനല്ലെന്ന് പറഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വരെ എത്തിപ്പെട്ട കാര്യങ്ങൾ തിരക്കുന്ന വഴി അവരുടെ പേരുവിവരങ്ങൾ മോളി, എസ്ര, ജീൻ എന്നിവയാണ്. കൂടെ കുട്ടിയായ റെയ്ഫും. ജീൻ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റായി നടന്നവരാണ്. അവരുടെ ഹസ്ബൻഡ് എസ്ര ചെറിയ ക്ലബ്ബും പരിപാടിയും ഒക്കെ കഴിഞ്ഞിരുന്നപ്പോൾ മോളി ഒരു സർജനും. എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചേരുന്നവർ എമ്മയുടെ സിറ്റി പെയിന്റിംഗ് കണ്ട് അവിടേക്ക് എത്തിപ്പെട്ടു. പുതുതായി വരുന്ന ആൾക്കാർ ഏതു തരക്കാരാണെന്നറിയാതെ അവരെ നമ്പുന്നതിൽ ഇഷിന് നല്ല എതിർപ്പുണ്ട്. കാരണം വന്നിരിക്കുന്നവർ അവരെ കൊന്നാൽ ആൾക്കാരുടെ എണ്ണം കുറയുന്നത് വഴി ആഹാര ലഭ്യതയെല്ലാം കുറിച്ച് അധികം നാളത്തേക്ക് കൊണ്ടുപോകാനാകും. അതുദ്ദേശിച്ചാണ് ഇവരെത്തിയിട്ടുള്ളതെന്ന് ഈഷ് സംശയിക്കുന്നെങ്കിലും എമ്മ അവരോട് അവിടെ ഒരുമിച്ച് പാർക്കാൻ പറയുന്നു. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആവശ്യകതയും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഗ്രൂപ്പായി തിരിഞ്ഞ് ശേഷിക്കുന്ന ഐറ്റംസ് എല്ലാം സിറ്റിയിലെ ഒഴിഞ്ഞ വീടുകളിലും കടകളിലുമൊക്കെ പരിധി കൈക്കലാക്കുമ്പോൾ സർജനായ മോളിയാകട്ടെ ആശുപത്രികളിലെ അധികമാർക്കും അറിയാത്ത ഒരു ബാക്കപ്പ് ലോക്കർ കണ്ടുപിടിച്ച് മെഡിക്കൽ എസെൻഷ്യൽസും ശേഖരിക്കുന്നു. ജീനാകട്ടെ മദ്യക്കുപ്പികൾ പരിധി ശേഖരിക്കുന്നു. പുറമേ പ്രകടമല്ലെങ്കിൽ പോലും അവർ ആകെ മെന്റലി സിക്കാണ്. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോറ്റാൻ പോലും കഴിയാത്തത്ര ബ്ലോക്കായ അവർ ഗർഭമലസാനായി മദ്യം ക്രമാതീതമായി കുടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് ശ്രദ്ധയിൽപ്പെടുന്ന മോളി അവളെ മാറ്റിയെടുക്കുമ്പോൾ ജോർജി മൊറീനും കൂടുതലെടുക്കുന്നു. അങ്ങനെ പതിയെ ആ കൊച്ചു കമ്മ്യൂണിറ്റി വളരുന്നു. ജീനിന് പുതിയൊരു കുട്ടിയുണ്ടായി. തുടർന്ന് മൊറീനും ജോർജിയും മാതാപിതാക്കളായി വർഷം 14 കഴിയുന്നു. ആ ദുരന്തം നടന്നിട്ട് ഇവയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണെങ്കിലും ഇടപഴകലിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇഷ് തൻ്റെ ഇളയ മകൻ ജോയുമൊത്ത് ലൈബ്രറിയിൽ വായനയിൽ നിൽക്കുമ്പോൾ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകുന്നതിനെ തുടർന്ന് തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും സേഫാണെന്ന് തിരക്കുമ്പോൾ ജോർജിയും മൊറീനും അവരുടെ കുട്ടി ക്രിസ്റ്റ്യനും സേഫാണ്. ജീനും മോളിയും എസ്രയും അവരുടെ കുട്ടികളുമായി അകത്തുണ്ട്. അവരുടെ മൂത്ത കുട്ടി റെയ്ഫ് ഇഷിൻ്റെ മകൾ ഹെദറിനൊപ്പം. ഈവിയും അവിടെ തന്നെയുണ്ട് എന്ന് എമ്മ ഉറപ്പുവരുത്തുമ്പോൾ എന്നാൽ ഓമനായ ലക്കിയെ കാണാനില്ല. അതിനെ തേടിയിറങ്ങുന്ന ഈഷ് കാണുന്ന കാഴ്ച വളരെ വേദനാജനകം. ലക്കിക്ക് ആ കാറ്റിൽ ചെരിഞ്ഞ മരത്തിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മഴ എപ്പോഴും അതിന് ഇഷ്ടമായിരുന്നെന്ന ആ പട്ടിയെ മടിയിൽ വെച്ച് കരയുന്ന ഇഷിനെ എമ്മയെത്തി ആശ്വസിപ്പിച്ചൊടുവിൽ ആ വിഷമനാളുകളും കടന്നുപോയി. മറ്റൊരു ദിവസം മകൻ ജോയിയും ഈവിയും കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇഷർവുഡ് അവരെ നോക്കാനെത്തുമ്പോൾ ആ കാട്ടിൽ നിന്നും ഒരു സിംഹം ചാടി വരുന്നു. പിള്ളേരോട് മാറിപ്പോകാൻ അലറിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നതിന് പിറകെ ആ പെൺസിംഹം ഇഷിനെ കടിച്ചും കുടഞ്ഞുമൊക്കെ അള്ളിക്കീറുന്നു. ഇത് കണ്ടാദ്യമായി രക്ഷിക്കുന്ന പറഞ്ഞലടർന്ന ഈവിയും